നമസ്കാരം. MOPയുടെ 32ാമത്തെ എപ്പിസോഡ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പറഞ്ഞു പോകാം. വേഗത്തിൽ ചോദ്യത്തിലേക്ക് കടക്കാം. ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. അതിൽ കുറേ എണ്ണം റിപ്പീറ്റ് ആണ്, എന്നാലും ചിലപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോവാണ്. ഫയലിന്റെ തുടക്കത്തിൽ ചേർക്കുന്ന ഫ്ലൈ ലീഫിന്റെ, അതായത് നോട്ട് ഫയലിന്റെ തുടക്കത്തിൽ ചേർക്കുന്ന ഫ്ലൈ ലീഫിന്റെ നിറം മഞ്ഞയാണ്. പേഴ്സണൽ രജിസ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്ഷൻ സൂപ്രണ്ടാണ്. PR എത്ര കോളം ഉണ്ട്? 10. ഡി ഡിസ്പോസൽ എത്ര കാലം? ഡി ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. ഒരു പേപ്പറിന്റെ പകർപ്പ് അഭിപ്രായങ്ങൾക്കായി കീഴുദ്യോഗസ്ഥൻ അയക്കുമ്പോഴോ വിവരത്തിനോ നടപടിക്കോ വേണ്ടി ഒറിജിനൽ അയക്കുമ്പോഴോ അത് ഏത് രൂപത്തിലായിരിക്കും? എൻഡോസ്മെന്റ് ഫോം ആയിരിക്കും. എൻഡോസ്മെന്റ് ഫോം. ഫെയർ കോപ്പി സൂപ്രണ്ട് നേരിട്ട് ഉത്തരവാദിയായിരിക്കുന്നത് എന്തിനൊക്കെയാണ്? ദ എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദ സെക്ഷൻ. ഫെയർ കോപ്പി സൂപ്രണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. പ്രോംപ്റ്റ് ഡെസ്പാച്ച് ഓഫ് പേപ്പേഴ്സ് സെൻഡ് ടു ഹിം ഫോർ ഇഷ്യൂ. സൂപ്പർവിഷൻ ഓഫ് എൻട്രീസ് ഇൻ ദ ഫെയർ കോപ്പി രജിസ്റ്റർ. ഇത്രയും കാര്യങ്ങൾക്ക് ഫെയർ കോപ്പി സൂപ്രണ്ട് ഉത്തരവാദിയാണ്. ദ എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദ സെഷൻ 1. 2. പ്രോംപ്റ്റ് ഡെസ്പാച്ച് ഓഫ് പേപ്പേഴ്സ് സെൻഡ് ടു ഹിം ഫോർ ഇഷ്യൂ. 2. ഇനി അടുത്തത് 3. സൂപ്പർവിഷൻ ഓഫ് എൻട്രീസ് ഇൻ ദ ഫെയർ കോപ്പി രജിസ്റ്റർ. ഈ 3 എണ്ണത്തിനും ഉത്തരവാദിയാണ്. അടുത്ത ചോദ്യം. ഹെഡ് ഓഫ് ഓഫീസ് റെക്കോർഡ് സെക്ഷൻ വിശദമായി പരിശോധിക്കുന്നത് എല്ലാ വർഷവും ഏത് മാസത്തിലാണ്? ഏപ്രിൽ മാസത്തിലാണ്. മാനേജറോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ റെക്കോർഡ് റൂം കുറഞ്ഞ എത്ര ഇടവേളയിൽ പരിശോധിക്കണം? 3 മാസത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി. റെക്കോർഡുകൾ തിരികെ ലഭിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടത് ആരുടെ പ്രധാന ചുമതലകളിൽ ഒന്നാണ്? അതായത് റെക്കോർഡ് റൂമിൽ നിന്ന് റെക്വിസിഷൻ സ്ലിപ്പ് കൊടുത്തിട്ട് റെക്കോർഡുകൾ ക്ലർക്കുമാർ എടുത്തുകൊണ്ട് പോയാൽ അത് തിരികെ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കാണ്? റെക്കോർഡ് കീപ്പർക്കാണ്. മുമ്പ് നൽകിയ സ്ലിപ്പിന് ശേഷം ഒരു ഫയലോ പുസ്തകമോ കൂടുതൽ കാലം കൈവശം വെക്കുകയാണെങ്കിൽ പുതിയൊരു റിക്വസിഷൻ സ്ലിപ്പ് വാങ്ങേണ്ടത് എത്ര കാലത്തിന് ശേഷമാണ്? അങ്ങനെ കൈവശം വെക്കുകയാണെങ്കിൽ 3 മാസത്തിന് ശേഷം പുതിയൊരു റിക്വസിഷൻ സ്ലിപ്പ് വാങ്ങണം. 3 മാസത്തിന് ശേഷമാണ് ആദ്യത്തിന് പുറമെ ഒന്നുകൂടി മേടിക്കേണ്ടത്. റെക്കോർഡ് സെഷനിൽ നിന്ന് നൽകുന്ന എല്ലാ രേഖകളും ഏത് രജിസ്റ്ററിലാണ്? റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്ററിലാണ്. റെക്കോർഡുകൾ നൽകുമ്പോൾ പാലിക്കേണ്ട പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണ്? അതായത് റെക്കോർഡ്സ് ഷാൽ ബി സപ്ലൈഡ് ഓൺലി ഓൺ റിക്വസിഷൻ മെയ്ഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ റിക്വസിഷൻ കൊടുത്താലേ റെക്കോർഡ് കൊടുക്കാവൂ. ഒരു സ്ലിപ്പിന് ഒരു റെക്കോർഡേ കൊടുക്കാവൂ. ആ റിക്വസിഷൻ സ്ലിപ്പിന്റെ അടിയിൽ ക്ലർക്ക് ഒപ്പിട്ടുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റാമ്പ് അക്കൗണ്ട് പരിശോധിക്കുന്നതിനും മറ്റുള്ള രജിസ്റ്റർ ഏതാണ്? ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ. പീരിയോഡിക്കൽ റിപ്പോർട്ടുകളും റിട്ടേണുകളും കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടെന്ന് അയക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഓരോ ക്ലർക്കും ഫോം 11 അപ്പൻഡിക്സ് 1 ഏത് രജിസ്റ്ററാണ്? രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ്. റഫറൻസിനായി സൂക്ഷിക്കുന്നതും അപ്ഡേറ്റ് ചെയ്യേണ്ടതുമായ പ്രധാന ഉത്തരവുകളുടെ ഫയൽ ഏതാണ്? അത് സ്റ്റോക്ക് ഫയലാണ്. ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിൽ എത്ര കോളങ്ങളുണ്ട്? ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിലെ കോളങ്ങളുടെ എണ്ണം 8ആണ്. ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിലെ കോളങ്ങളുടെ എണ്ണം 8ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഓഫീസിൽ ലഭിക്കുന്ന പേപ്പറുകൾ സാധാരണഗതിയിൽ എത്ര ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം? 5 ദിവസത്തിനുള്ളിൽ. മുഴുവൻ ഓഫീസിലെയും ഏകീകൃത കുടിശ്ശികയിൽ കൺസോൾഡേറ്റഡ് അരിയൽ ലിസ്റ്റ് തയ്യാറാക്കി ഓഫീസ് മേധാവിക്ക് സമർപ്പിക്കേണ്ടത് ആരാണ്? ഓഫീസ് മേധാവിക്ക് സമർപ്പിക്കേണ്ടത് സെക്ഷൻ സൂപ്രണ്ടാണ്. അത് കൺസോൾഡേറ്റ് ചെയ്തിട്ട് സമർപ്പിക്കേണ്ടത്.
ഇഷ്യൂ ചെയ്യേണ്ട പേപ്പറുകൾ സാധാരണയായി ഫെയർ കോപ്പി സെഷനിൽ ലഭിച്ചതിന് ശേഷം എത്ര സമയത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം? 24 മണിക്കൂർ. കോൾ ബുക്ക് പരിശോധനയ്ക്കായിട്ട് എത്ര ഇടവേള? ഓരോ മാസവും കോൾ ബുക്ക് പരിശോധിക്കണം. ഒരു ഓഫീസിൽ നിശ്ചിത കാലയളവിൽ നടപടിയൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പേപ്പർ കോൾ ബുക്കിലേക്ക് മാറ്റാൻ പാടില്ല. ആ കാലയളവ് മാറ്റാൻ 26. No paper should be transferred to the call book unless no action is due in the office. അതായത് 6 മാസ കാലയളവിലേക്ക് നടപടി ഒന്നും ഇല്ല എങ്കിലാണ് ആ പേപ്പർ എങ്ങോട്ട് മാറുന്നത്? കോൾ ബുക്കിലേക്ക് മാറുന്നത്. ഏതെങ്കിലും വ്യക്തിക്കോ അധികാരിക്കോ വേണ്ടിയുള്ള ആശയവിനിമയം കോപ്പി ചെയ്യുക, അയക്കുക, അതിന്റെ പേര് ഇഷ്യൂ. സെക്ഷനിലെ ഓരോ ഡ്രാഫ്റ്റിംഗ് ക്ലർക്കും എത്ര പേജുള്ള റിമൈൻഡ് ഡയറി സൂക്ഷിക്കണം? 12 പേജുള്ള റിമൈൻഡ് ഡയറിയാണ് സൂക്ഷിക്കേണ്ടത്. റെക്കോർഡ് ഫയലുകൾ നശിപ്പിക്കുന്നതിനായി വർഷം തോറും ആരുടെ ഉത്തരവുകളാണ് എടുക്കേണ്ടത്? അത് ഓഫീസ് മേധാവിയാണ്. പേഴ്സണൽ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ടൈറ്റുകളുടെ കൃത്യത പരിശോധിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? അത് സെക്ഷൻ സൂപ്രണ്ടാണ്. ടൈറ്റിൽ നിർബന്ധമാണല്ലോ നമ്മുടെ ഇൻഡെക്സ് സ്ലിപ്പിലൊക്കെ. അപ്പോൾ അത് പരിശോധിക്കണം. ടൈറ്റിൽ മാറിപ്പോയാൽ വെക്കുന്ന ഫയലിന്റെ സ്വഭാവം മാറും. അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമുക്ക് പഴയ ഫയൽ കിട്ടാൻ ബുദ്ധിമുട്ടായി വരും. സൂപ്രണ്ടോ ഒന്നോ അതിലധികമോ ക്ലർക്കുമാരോ അടങ്ങുന്ന ഓഫീസിന്റെ ചെറിയ ഭാഗം സെക്ഷൻ. അറ്റൻഡൻസ് രജിസ്റ്റർ അതിന്റെ കസ്റ്റോഡിയൻ ഉന്നത ഉദ്യോഗസ്ഥന്റെ മുന്നിൽ എന്തിനൊപ്പം സമർപ്പിക്കും? അതായത് സെക്ഷൻ സൂപ്രണ്ട് ഒരു വലിയ ഓഫീസ് ആകുമ്പോൾ സെക്ഷൻ സൂപ്രണ്ടുമാർ പലരുണ്ടാവും. അവരെല്ലാം കൂടി എന്ത് ചെയ്യും? ഓരോ ദിവസത്തെയും ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്റർ ഉണ്ടാക്കും. എന്നതിന് ശേഷമാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ അത് സമർപ്പിക്കുന്നത്. അങ്ങനെ ഓരോ സെക്ഷനിൽ നിന്നും എന്ത് വരും? ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്റർ വരും. അടുത്ത ചോദ്യം. ഓഫീസിൽ ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷൻ തീർപ്പാകുന്നത് വരെ ഓഫീസിലെ നമ്പറോടുകൂടി സ്റ്റാമ്പ് ചെയ്യുന്നതിനെ സ്റ്റാമ്പ് ചെയ്യുന്നത് വരെയാണ് ശരിക്കും എന്ത് തപാൽ എന്ന് വിളിക്കുന്നത്. തപാലായി ലഭിക്കുന്ന പേപ്പറുകൾ താൽക്കാലിക സ്വഭാവമുള്ള ഒഴികെ തപാൽ ക്ലർക്ക് എന്തിനാണ് രേഖപ്പെടുത്തുന്നത്? അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലാണ്. ഡാഷിന്റെ പേരുകൾ ഓരോ വോള്യത്തിലെ ആദ്യ പേജിൽ ഫ്ലൈ ലീവില് സെക്ഷൻ ക്ലർക്ക് എഴുതിയിരിക്കണം. സെക്ഷൻ സൂപ്രണ്ടിന്റെയും ക്ലർക്കിന്റെയും പേര് എഴുതും. ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനായിട്ട് ഒരു ജീവനക്കാരന് അനുവദിച്ചിട്ടുള്ള ഗ്രേസ് സമയം എത്രയാണ്? അതായത് സാധാരണ സമയത്തിന് പുറമെ ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഒരു ജീവനക്കാരനെ 10 മിനിറ്റ് ഗ്രേസ് ടൈം ആയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സെക്ഷൻ സൂപ്രണ്ട് സാധാരണഗതിയിൽ 10:10 രജിസ്റ്റർ ക്ലോസ് ചെയ്യുന്നത്. അനുവാദമില്ലാതെ ഹാജരാകാതിരുന്നാൽ സാധാരണയായി ലഭിക്കുന്ന പിഴ 3 ദിവസം ലേറ്റായി വന്നാൽ ഒരു കാഷ്വൽ ലീവ് നഷ്ടപ്പെടും. ഓഫീസിലെ എല്ലാ അംഗങ്ങളും ഓഫീസിൽ ഹാജരാകേണ്ട സമയം എത്ര മണി വരെയാണ്? ജനറൽ പറയുമ്പോൾ 10 മണി മുതൽ 5 മണി വരെയാണ്. പലരും പല വ്യത്യാസമുണ്ട്. OAമാർ 9:30 മുതൽ എത്തണം. എന്നാൽ FTMs 9 മണി മുതലും വരേണ്ടതുണ്ട്. അഞ്ച് ദിവസത്തിലധികം മതിയായ കാരണങ്ങളില്ലാതെ ഒരു സെക്ഷനിൽ കെട്ടിക്കിടക്കുന്ന പേപ്പറുകൾക്ക് ഉത്തരവാദി ആരാണ്? അത് ബന്ധപ്പെട്ട ക്ലർക്ക് തന്നെയാണ്, സബ്ജക്റ്റ് ക്ലർക്ക്. ഒരു കേസ് തീർപ്പാക്കി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ക്ലർക്ക് അത് ഇൻഡെക്സ് സ്ലിപ്പിന്റെ ഒരു പകർപ്പിനോടൊപ്പം അയക്കേണ്ടത് എവിടേക്കാണ്? അത് റെക്കോർഡ് സെക്ഷനിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഇൻഡെക്സ് സ്ലിപ്പിന്റെ പകർപ്പ് ഒരു കോപ്പി എടുത്ത് സെക്ഷനിലും വെക്കും. ഒരു കോപ്പി അവിടെ ടോട്ടൽ ഓഫീസിലേക്ക് വേണ്ടി ഒരു ഇൻഡെക്സ് ആര് തയ്യാറാക്കും? അവിടെ സ്ലിപ്പുകളുടെ ഒരു ഫയല്, ഒരു വോളിയം അവിടെ 2 ഹോൾസ് ഒക്കെ ഇട്ട് ടാഗ് ചെയ്ത് അവിടെ റെക്കോർഡ് റൂമിലും തയ്യാറാക്കും. റെക്കോർഡ് റൂമിൽ താഴെ പറയുന്നവയിൽ
ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടാത്ത പേപ്പറുകൾ ഏതൊക്കെയാണ് ചേർക്കേണ്ടാത്തത്? ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ അത് സ്റ്റാമ്പ് ഒട്ടിക്കാത്തത്, അല്ലെങ്കിൽ ആവശ്യത്തിന് സ്റ്റാമ്പ് ഒട്ടിക്കാത്തത്, തെറ്റായ അഡ്രസ്സ് എഴുതിയത്, പ്രത്യേക ഫോമിലല്ലാത്ത അപേക്ഷകൾ, ഇതൊന്നും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. ആർ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താ? റിറ്റെയിൻ ആർ ഡിസ്പോസൽ, സ്ഥിരമായിട്ട് സൂക്ഷിക്കേണ്ടവയാണ് ആർ ഡിസ്പോസൽ. എക്സൻ ഡിസ്പോസലുകൾ എന്നാൽ രജിസ്റ്റർ ചെയ്യുകയും വേണ്ട, എന്നാൽ അത് ഒറിജിനൽ സഹിതം മടക്കുന്നവയാണ് എക്സൻ ഡിസ്പോസൽ. വൈസ് ചാൻസലർക്കോ രജിസ്ട്രാർക്കോ അയക്കുന്ന കത്തിടപാടുകൾ ഏത് രൂപത്തിലായിരിക്കണം? വൈസ് ചാൻസലർക്കോ ഒക്കെയുള്ള അത് കത്ത് രൂപത്തിലായിരിക്കണം, ലെറ്റർ രൂപത്തിലായിരിക്കണം. മെമ്മോറാണ്ടം രൂപത്തിലുള്ള കത്തിടപാടുകൾ ആർക്കാണ് ഒപ്പിടാൻ കഴിയുക? അത് സെക്ഷൻ സൂപ്രണ്ടിന് ഒപ്പിടാവുന്നതാണ്. സർക്കാർ ഓഫീസുകളിലേക്ക് നേരിട്ടുള്ള ആശയവിനിമയം ഏത് വഴിയിലാണ്? സർക്കാർ ഓഫീസുകളിലേക്ക് നേരിട്ടുള്ള ആശയവിനിമയം നടക്കുന്നത് ഏത് വഴിയാ? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വകുപ്പ് മേധാ വഴിയാണ്. ഫെയർ കോപ്പി ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഫെയർ കോപ്പി എടുക്കുന്ന സമയത്ത് അത് എന്തൊക്കെ ശ്രദ്ധിക്കണം? ശരിക്കും ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഫെയർ കോപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഡ്രാഫ്റ്റ് അംഗീകരിക്കേണ്ട ആൾ അംഗീകരിച്ചിട്ടുണ്ടാവണം. അതായത് ഡ്രാഫ്റ്റിനിടയിൽ അദ്ദേഹത്തിന്റെ ചുരുക്കൊപ്പും ഡേറ്റും ഉണ്ടാവും. എത്ര കോപ്പി വേണമെന്ന് ഉറപ്പുവരുത്തണം. രണ്ട് സൈഡിലും, രണ്ട് വശങ്ങളിലും ടൈപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് വേണം ഫെയർ കോപ്പിങ് ചെയ്യാൻ. അത് ഉറപ്പുവരുത്തുക എന്നുള്ള അത് നിയമങ്ങളാണ്. സാധാരണഗതിയിൽ അതിൽ പറയുന്ന ഒരു ടൈപ്പിങ്ങിലെ ഒരു നിയമമായിട്ടാണ് അതിനെ പറയുന്നത്. അതായത് ഡ്രാഫ്റ്റ് അംഗീകരിച്ചതായിരിക്കണം ഒന്ന്. പിന്നെ കോപ്പികൾ എത്ര വേണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. പിന്നെ രണ്ട് സൈഡിലും ടൈപ്പ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന് എത്ര കോളം ഉണ്ടാവും? 5 കോളാണുള്ളത്. സെക്യൂരിറ്റി രജിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് 1 to 9 കോളം. ഇഷ്യൂ രജിസ്റ്ററിൽ എത്ര കോളം ഉണ്ടാവും? 10 കോളം. റെക്കോർഡ് റൂം പരിശോധിക്കുന്ന ഓഫീസർ എന്തൊക്കെ പരിശോധിക്കണം? അത് പരിശോധിക്കേണ്ട കാര്യം, വെദർ ദ റെക്കോർഡ് റൂം ഈസ് ഇൻ ഗുഡ് റിപ്പയർ ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം വൈറ്റ് ആൻഡ്സ്. റെക്കോർഡ് റൂം വളരെ കൃത്യമായി റിപ്പയർ ചെയ്തിട്ടുണ്ടോ, അത് ചെതലുകൾ കയറുന്നതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ ചെതലുകൾ കയറുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റൊന്ന്, വെദർ ദ റെക്കോർഡ്സ് ആർ വെൽ അറേഞ്ച്ഡ് ആൻഡ് കെപ്റ്റ് നീറ്റ്ലി. കൃത്യമായി അറേഞ്ച് ചെയ്ത് നീറ്റായിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഉള്ളത് ഈ ഫയർ എക്യുപ്മെന്റ്, അതായത് അഗ്നിശമന ഉപകരണങ്ങൾ ലഭ്യമായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. ഈ 3 കാര്യങ്ങളാണ് റെക്കോർഡ് റൂം പരിശോധിക്കുമ്പോൾ ഹെഡ് ഓഫ് ഓഫീസ് ഉറപ്പുവരുത്തേണ്ടത്. റിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, ചെതല് കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടാവണം. പിന്നെ നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. അഗ്നിശമന ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. താഴെ പറയുന്നവയിൽ ഏതാണ് പേഴ്സണൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇവിടെ ഉത്തരം കാഷ്വലിലെ അപേക്ഷ PR രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കത്തിന്റെ പ്രധാന ഭാഗം വരുന്നത് എന്തിന് ശേഷമാണ്? അത് റഫറൻസിന് ശേഷമാണ് കത്തിന്റെ പ്രധാന ഭാഗം. അതല്ലെങ്കിൽ ഒരു കത്തിന്റെ ബോഡി വരുന്നത് റഫറൻസിന് ശേഷമാണ്. അറിയാലോ, സബ്ജക്റ്റും റഫറൻസും കഴിഞ്ഞിട്ടാണ് ബോഡി നമ്മൾ എഴുതാറുള്ളത്. ഒരു ഓഫീസിൽ നിന്ന് ലഭിച്ച റഫറൻസിലുള്ള മറുപടി നിലവിൽ ഓഫീസിൽ തീർപ്പാകാതെ കിടക്കുന്ന ഒരു ഫയലുമായി ചേർത്ത് വെക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫയലുമായി ചേർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഒരു പഴയ കേസ് എന്ന് പറയുന്നത്. സൂപ്രണ്ടിന് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യം ഏതാണ്? അത് നൺ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ ആൻസർ. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്ത താൽക്കാലിക സ്വഭാവമുള്ള പേപ്പറുകൾ ഏവയല്ല? അത് ഇവിടെ പറഞ്ഞതെല്ലാം
പേപ്പർ റോങ്ലി അഡ്രസ്ഡ്, അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ. ആ രീതിയിലുള്ള എല്ലാം. ലോക്കൽ ഡെലിവറി ബുക്കിലെ കോളങ്ങളുടെ എണ്ണം 6. ഓഫീസിലെ പ്യൂണ് പെറ്റീഷനുകളിൽ പതിച്ചിരുന്ന സ്റ്റാമ്പുകൾ ശേഖരിച്ച് പൊതുജനങ്ങൾക്ക് വിറ്റു. ഈ ക്രമക്കേടിന് ഉത്തരവാദി ആരാണ്? ആരാണ് ഉത്തരവാദി എന്ന്? അത് എല്ലാവരും ഉത്തരവാദി. അതായത് സൂപ്രണ്ട്, തപാൽ ക്ലർക്ക്, സബ്ജക്ട് ക്ലർക്ക്, ഇവരെല്ലാം ഉത്തരവാദിയാണ്. ഇപ്പൊ ഞാനാണ് പറയുക, പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദി തപാൽ ക്ലർക്കാണ്. കാരണം ഇത് സ്റ്റാമ്പുകൾ ഡീഫേസ് ചെയ്യേണ്ടത് ശരിക്കും തപാൽ ക്ലർക്കാണ്. അടുത്ത ചോദ്യം. നോട്ടുകൾ എങ്ങനെയാ പേപ്പറിൽ എഴുതേണ്ടതെന്നാണ് ചോദിച്ചത്. ഒരു ഫുൾ സ്റ്റാപ്പ് വലിപ്പത്തിലുള്ള പേപ്പറിൽ വശത്തിന് മാർജിൻ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. എല്ലാ കത്തുകൾക്കും നൽകേണ്ട സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഉപസംഹരിക്കേണ്ടത് എങ്ങനെയായിട്ട്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഗവൺമെന്റ് ചിലപ്പോൾ ഒരു വർഷമോ അതിലധികമോ കഴിഞ്ഞ് സമർപ്പിക്കേണ്ട റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാറുണ്ട്. അത്തരം കോളുകൾ മറുപടി ലഭിക്കുന്നത് വരെ തുറന്നു വെക്കേണ്ടതില്ല. അത്തരം ഫയലുകൾ ക്ലോസ് ചെയ്ത് രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? അത്തരം ഫയലുകളാണ് നമ്മൾ കോൾ ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം. ഞാൻ താമസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ താമസിക്കുന്നത്. ഒരു ഇൻഡെക്സ് ടൈറ്റിൽ എഴുതുമ്പോൾ ആ പേപ്പർ ആവശ്യമുള്ള ഏതൊരാൾക്കും സ്വാഭാവികമായി തോന്നുന്ന അനുയോജ്യമായ പദം തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ്. അത് ആ അനുയോജ്യമായ പദം പ്രധാനമായിട്ട് അതിന് പറയുന്ന പേരാണ് ഹെഡ്. ഒന്നിലധികം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാൽ ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ അത് ചെയിനിങ് എന്നാണ് പറയുന്നത്. ഒന്നിലധികം വിഷയങ്ങൾ വരുന്ന അതിനെ ചെയിനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. റണ്ണിംഗ് നോട്ട് ഫയലിലോ പേഴ്സണൽ രജിസ്റ്ററിലോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ജോലി സമയത്തെ അസാന്നിധ്യം സൂക്ഷിക്കുന്ന രജിസ്റ്റർ. അതായത് ഒരു ഓഫീസ് ജീവനക്കാരൻ ജോലി സമയത്ത് സെക്ഷൻ സൂപ്രണ്ടിന്റെ അനുമതി ഇല്ലാതെ പുറത്തു പോകാൻ പാടില്ല. അപ്പൊ അതിന് പ്രത്യേകം അങ്ങനെ പോകേണ്ടി വരുമ്പോഴൊക്കെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കുക. ഏതാണത്? അപ്പോൾ അതാണ് മൂവ്മെന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു കറണ്ടിനെ കുറിച്ചുള്ള ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിന് ഉടൻ മറുപടി നൽകുന്നത് എവിടെയാണ്? നോട്ട് ഫയലിലാണ്. ഡെസ്പാച്ച് ക്ലർക്ക് സൂക്ഷിക്കുന്ന രജിസ്റ്റർ സ്റ്റാമ്പ് കം അക്കൗണ്ട് രജിസ്റ്റർ. സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ. ഫുള്ള് പറഞ്ഞാൽ ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പേരിൽ അഭിസംബോധന ചെയ്തതും രഹസ്യ സ്വഭാവമുള്ളതും കർശനമായി സ്വകാര്യവുമായ കവറുകൾ തുറക്കേണ്ടത് ആരാണ്? ആ വിലാസക്കാരനാണ്. ആരുടെ പേരിലാണോ അത് അയാളാണ് തുറക്കേണ്ടത്. പേഴ്സണൽ രജിസ്റ്ററിലെ ഓരോ പേജിലെയും എൻട്രികളുടെ എണ്ണം സാധാരണഗതിയിൽ എത്രയായിരിക്കും? അത് സാധാരണഗതിയിൽ ഒരു പേഴ്സണൽ രജിസ്റ്ററിന്റെ ഓരോ പേജിലും 3 എൻട്രിയാണ് ഉണ്ടാവുക. സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഡിസ്പോസലുകളെ ഡിസ്പോസൽ എന്ന് വിളിക്കുന്നു. ഇവിടെ എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? എന്ന് പറയുന്നത് റീറ്റെയിൻ എന്നാണ്. റീറ്റെയിൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ആർ. ഒരു ഫയലിലെ ഏതൊക്കെ ഭാഗത്താണ് ഏതെങ്കിലും നടപടിക്കുള്ള അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങൾ നിരത്താവുന്നത്?
അത് നോട്ടിലാണ് എഴുതുക. അനുകൂലോ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നത് നോട്ടിലാണ്. അന്തിമ ഉത്തരവുകൾ ലഭിക്കുന്നത് വരെ ഒരു റണ്ണിംഗ് നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്? റണ്ണിംഗ് നോട്ട് പാര ബൈ പാര ആയിട്ടാണ് പോകേണ്ടത്. ആർക്കാണ് നോട്ട് ഫയലില് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ സമർപ്പിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരാരാണ്? അത് സുപ്പീരിയർ ഓഫീസർമാർക്ക് മാത്രമാണ് നോട്ടില് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ സമർപ്പിക്കാൻ കഴിയുക. അടുത്ത ചോദ്യം, ഒരു വിഷയത്തെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഒരു പുതിയ വിഷയം ഉയർന്നു വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ എന്താണ് ഏറ്റവും നല്ലത്? അപ്പോൾ അത് പുതിയ വിഷയം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. മാർജിൻ വിട്ട് ഒരു ഡ്രാഫ്റ്റ് എങ്ങനെയാണ് എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുന്നത്? എത്ര മാർജിൻ വിടണം എന്നാണ് ചോദ്യം. അത് പകുതി മാർജിനാണ്, ഹാഫ് മാർജിൻ വിട്ടിട്ടാണ് ഡ്രാഫ്റ്റ് എഴുതുന്നത്. ഏതെങ്കിലും ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് എവിടെയാണ് വെക്കുന്നത്? ഡ്രാഫ്റ്റ് വെക്കുന്നത് കറണ്ട് ഫയലിന് മുകളിലും നോട്ട് ഫയലിന് താഴെയുമാണ്. നോട്ട് ഫയലിന് താഴെയും കറണ്ട് ഫയലിന് മുകളിലുമായിട്ടാണ് ഡ്രാഫ്റ്റ് വെക്കുന്നത്. ഫെയർ കോപ്പികളും ഓഫീസ് കോപ്പികളും ഫെയർ കോപ്പികളും ഏത് സാഹചര്യത്തിലാണ് ഒരുമിച്ച് ടൈപ്പ് ചെയ്യാൻ കഴിയുക? എന്നുവെച്ചാൽ ലളിതമായ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓഫീസ് കോപ്പിയും ഫെയർ കോപ്പിയും എല്ലാം കൂടി ഒരുമിച്ച് ടൈപ്പ് ചെയ്യും. പിന്നെ അത് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, സംശയമില്ലാത്ത കേസുകളാണ് അതൊക്കെ. ഒരു ഡ്രാഫ്റ്റ് പ്രൊസീഡിങ്സിലോ മെമ്മോറാണ്ടത്തിലോ വിലാസക്കാരുടെ പട്ടിക ഡ്രാഫ്റ്റിന്റെ ഏത് ഭാഗത്താണ് നൽകുന്നത്? അപ്പൊ നമ്മൾ ഈ വിലാസക്കാരുടെ പട്ടിക നമ്മൾ പറഞ്ഞിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്താലും ടൈപ്പിംഗ് എല്ലാം കഴിഞ്ഞാലും അത് ഏറ്റവും താഴെ, ആ പേപ്പറിന്റെ ഏറ്റവും അവസാനം താഴെ ലെഫ്റ്റ് സൈഡില് നമ്മൾ എഴുതും 1, 2, 3 അഡ്രസ്സ്. ആർക്കൊക്കെയാണോ ഈ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ഈ ഉത്തരവ് ലഭ്യമാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കോപ്പി ടു എന്ന് പറഞ്ഞ 1, 2, 3 ആർക്കൊക്കെയാണ് വേണ്ടത് അവരുടെ ഫുൾ അഡ്രസ്സ് സാധാരണഗതിയിൽ എഴുതാറുണ്ട്. കത്തിന്റെ പ്രധാന ഭാഗം വരുന്നത് ഡാഷിന് ശേഷമാണ്, റഫറൻസിന് ശേഷമാണ് കത്തിന്റെ പ്രധാന ഭാഗം, ബോഡി വരുന്നത്. ഒരു സർക്കാർ ഓഫീസിൽ സമർപ്പിക്കുകയും രസീത് ആവശ്യപ്പെടുകയും ചെയ്യുന്ന പരാതികൾ, അതിനെ നമ്മൾ എന്ത് പറയും? രസീത് നൽകേണ്ടവയാണ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. രസീത് നൽകേണ്ടവ, ടു ബി അക്നോളജ്മെന്റ്, ടു ബി അക്നോളജ്ഡ്. ഒരു കക്ഷി നൽകിയ അപേക്ഷ നിരസിക്കുമ്പോൾ ഡ്രാഫ്റ്റിൽ എന്താണ് വ്യക്തമാക്കേണ്ടത്? ഒരു കക്ഷി നൽകിയ അപേക്ഷ നമ്മൾ നിരസിക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്റിൽ അതിനുള്ള റീസൺ, കാരണങ്ങൾ വ്യക്തമാക്കണം. റീസൺ ഷുഡ് ബി സ്പെസിഫൈഡ്. ഡിസ്പോസലുകൾക്ക് തീയതി ഇടുന്നത് ഏത് ദിവസത്തെ തീയതിയാണ് ഡിസ്പോസലിന് ഇടുന്നത്? അത് ഏതാന്ന് വെച്ചാൽ ഈ ഡിസ്പോസല് ഓഫീസർ പാസ്സാക്കിയ ദിവസത്തെ തീയതിയാണ് നമ്മൾ ഡിസ്പോസലിന്റെ തീയതിയായിട്ട് ഇടുന്നത്. ഏത് തരത്തിലുള്ള ഡിസ്പോസലുകളാണ് ഒറിജിനലായിട്ട് അയക്കേണ്ടത്? അത് നമ്മൾ എൻ ഡിസ്പോസലാണ്. ഒരു വർഷത്തിന് ശേഷം നശിപ്പിക്കാവുന്ന ഡിസ്പോസൽ ഏതാണ്? അത് എൽ ഡിസ് ആണ്. എൽ ഡിസ്. 3 വർഷം കെ ഡിസ്. രജിസ്റ്റർ ചെയ്യരുത് എന്നാൽ ഒറിജിനലായിട്ട് ഫയൽ ചെയ്യേണ്ട, രജിസ്റ്റർ ചെയ്യാതെ ഫയൽ ചെയ്യേണ്ട ടൈപ്പ് ഡിസ്പോസൽ ഏതാ? അത് എക്സ് എൽ ആണ്. എക്സ് എൻ ആണെങ്കിൽ ഒറിജിനൽ അടക്കം രജിസ്റ്റർ ചെയ്യുകയും വേണ്ട, ഫയൽ ചെയ്യുകയും വേണ്ട, ഒറിജിനൽ അടക്കം തിരിച്ചയക്കാം. എക്സ് എൽ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യണ്ട, പക്ഷെ ഫയൽ ചെയ്യണം. ആറ്
പെർമനന്റ്ലി. ഡി ഡിസ്, ആർ ഡിസ് സ്ഥിരമായിട്ട്, ഡി ഡിസ് 10 വർഷം. അപ്പോൾ അല്പായുസുള്ള പേപ്പർ അല്ലെ നമ്പർ ഇടാത്ത പേപ്പറുകളാണ് ഏതൊക്കെ? XN-ഉം XL-ഉം. എഫ് ഡിസ്പോസൽ മറ്റൊരു തരത്തിൽ കൂടി സൂചികപ്പെടുത്തുന്നു. അത് ഏതാണ്? എഫ് ഡിസ്പോസലിന് സാധാരണഗതിയിൽ നമ്മൾ ഐ എന്നുകൂടി രേഖപ്പെടുത്താറുണ്ട്. ഐ, ഇൻഡെക്സ് എന്ന സൂചന വരുന്ന ഐ എന്നുകൂടി രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ എഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് അത് ഫയൽ ചെയ്യേണ്ടവയാണ് എന്ന അർത്ഥത്തിലാണ് എഫ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഒരു ഫയൽ പൂർണ്ണമായും തീർപ്പാക്കുമ്പോൾ അതിന്റെ പകർപ്പ് റെക്കോർഡ് റൂമിലേക്ക് അയക്കുന്നത് എന്ത് കൂട്ടിച്ചേർത്തിട്ടാണ്? അത് ഇൻഡെക്സ് സ്ലിപ്പിനോടൊപ്പമാണ് അത് അങ്ങോട്ട് അയക്കുന്നത്. എത്ര ഇൻഡെക്സ് സ്ലിപ്പുകളാണ് ക്ലർക്ക് തയ്യാറാക്കുന്നത്? 2 എണ്ണം തയ്യാറാക്കണം. ഒരെണ്ണം റെക്കോർഡ് റൂമിലേക്ക് കൊടുക്കും, ഒരെണ്ണം ക്ലർക്ക് തന്നെ സൂക്ഷിക്കും. ഒരു ഇൻഡെക്സ് സ്ലിപ്പ് ക്ലർക്ക് സൂക്ഷിക്കുന്നു. അപ്പൊ ഇൻഡെക്സ് സ്ലിപ്പ് ക്ലർക്ക് സൂക്ഷിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്ലർക്കിന്റെ റെഫറൻസിനായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഓരോ ക്ലർക്കും എന്തിനാണ് ഇൻഡെക്സ് ഡിസ്പോസൽ ഫയൽ സൂക്ഷിക്കുന്നത്? അത് പിന്നീട് റെഫർ ചെയ്യുന്നതിനാണ്. ഓരോ ക്ലർക്കും പിന്നീട് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ഡിസ്പോസൽ ഫയലുകൾ സൂക്ഷിക്കുന്നത്. ഒരു കേസ് തീർപ്പാക്കുകയും ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യേണ്ടി വരുമ്പോൾ ക്ലർക്ക് തയ്യാറാക്കേണ്ട ഇൻഡെക്സ് സ്ലിപ്പ് എത്ര എണ്ണമാണ്? എങ്ങനെയാണ്, എന്തിലാണ് തയ്യാറാക്കണം? അത് ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ 2 എണ്ണം. ഇൻഡെക്സ് സ്ലിപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പുകൾ ക്ലർക്ക് എന്തിനാണ് തയ്യാറാക്കുന്നത്? അത് ഡിസ്പോസല് ഇൻഡെക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2 കോപ്പി തയ്യാറാക്കുന്നത്. പൊതുവെ ഏത് ഡിസ്പോസലുകളാണ് ഇൻഡെക്സ് ചെയ്യുന്നത്? ആറും ഡിയും ഡിസ്പോസലുകളാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, ഡിസ്പോസൽ തീയതി എന്നിവ ഇതിന്റെ ഉൾഭാഗത്താണ് കാണിക്കേണ്ടത്. ഏതിന്റെ? ബ്രൗൺ പേപ്പർ ജാക്കറ്റിന്റെ ഉള്ളിൽ. ബ്രൗൺ പേപ്പർ ജാക്കറ്റിന്റെ ഉള്ളിൽ വെക്കേണ്ട ഫയലുകളാണ് ആർ ഡിസ്പോസലും ഡി ഡിസ്പോസലുമായിട്ടുള്ള ഫയലുകൾ. ഡിസ്പോസൽ റെക്കോർഡ് സെഷനിലേക്ക് അയക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അത് ഫെയർ കോപ്പി സെക്ഷനാണ് അത് അയക്കുന്നത്. ഡിസ്പോസൽ റെക്കോർഡ്, ഡിസ്പോസലായ ഒരു റെക്കോർഡ്, ഒരു ഫയല് റെക്കോർഡ് സെക്ഷനിലേക്ക് അയക്കുമ്പോൾ ഫെയർ കോപ്പി സെക്ഷൻ റെക്കോർഡ് സെക്ഷനിൽ നിന്ന് ലഭിക്കേണ്ടത് എന്താണ്? റെക്കോർഡ് സെക്ഷനിൽ നിന്ന് എന്ത് കിട്ടണം? അതിന്റെ അക്നോളജ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ റെസീറ്റ് കിട്ടണം. തീർപ്പാക്കിയ ഫയല് ഫെയർ കോപ്പി സെഷനിലേക്ക് അയക്കുന്നതിന് മുമ്പ് മറ്റ് നടപടികളൊന്നും ബാക്കിയില്ലെന്ന് സ്വയം ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സെക്ഷൻ സൂപ്രണ്ടാണ്. ആർ ആൻഡ് ഡി ഡിസ്പോസലുകളുടെ ബ്രൗൺ ജാക്കറ്റിനുള്ളിൽ ബാക്ക് നമ്പറുകൾ, തീർപ്പാക്കിയ തീയതി അനുസരിച്ച്, ബാക്ക് നമ്പറുകൾ തീർപ്പാക്കിയ തീയതി അനുസരിച്ച് രേഖപ്പെടുത്തുന്നതിനെ ചെയിനിങ് എന്ന് വിളിക്കുന്നു. അതിനെ ചെയിനിങ് എന്നാ വിളിക്കുന്നത്. അതിപ്പോൾ ബ്രൗൺ ജാക്കറ്റിനുള്ളിൽ ഇതിന്റെ ഈ 2 ഫയലുകളുടെ ബാക്കോട്ടുള്ള നമ്പറുകളും അതിന്റെ തീയതി എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഫയൽ കിട്ടണമെന്ന് വെച്ചാൽ അതെല്ലാം കിട്ടും. അതിനെയാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇത്തരം ഫയലുകൾ ക്ലോസ് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്ത്? പ്രിമച്വർ ക്ലോസിംഗ്, അതായത് അകാലത്തിലുള്ള ക്ലോസിംഗ് നടത്താൻ പാടില്ല എന്നാണ്.
ഒരു ഫയല് വളരെ കാലമായി തീർപ്പാക്കാതെ കിടക്കുന്നു എന്ന കാരണത്താൽ മാത്രം അത് ക്ലോസ് ചെയ്ത് പുതിയത് തുടങ്ങുന്ന രീതിയെ എന്ത് വിളിക്കുന്നു? അത് പ്രിമച്വർ ഡിസ്പോസൽ എന്നാണ് വിളിക്കുന്നത്. അകാലത്തിലുള്ള തീർപ്പാക്കൽ എന്നാണ് വിളിക്കുന്നത്. ഇത്രയുമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഒരു 3-4-5 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ചെയ്യാൻ തോന്നുന്നു. അതുകൂടി ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഏകദേശം ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കോളംസ് ഇത് പുസ്തകം വെച്ചിട്ടുള്ള പരീക്ഷയല്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ടായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വിവിധ രജിസ്റ്ററുകളുടെ ആകെ കോളങ്ങൾ, പിന്നെ പേഴ്സണൽ രജിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, 10 കോളവും എന്താണെന്ന് പഠിക്കുക, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൻ്റെ ഫോം, അത് എത്രാമത്തെ ഫോമാണ് ഓരോന്ന്, ഏത് ഫോർമാറ്റാണെന്ന് പഠിക്കണം. പിന്നെ ഓരോ ഫയലുകളും നശിപ്പിക്കുന്ന കാലാവധി, ഇപ്പോൾ ഡി ആണെങ്കിൽ 10 വർഷം, ആണെങ്കിൽ സ്ഥിരമായിട്ട് ആനുവൽ ഇൻഡെക്സ് രജിസ്റ്റർ എത്രയാണ്, അങ്ങനെ പിന്നെ 20 വർഷം, സെക്യൂരിറ്റി രജിസ്റ്റർ 10 വർഷം, ആ രീതിയിൽ എൽ ഡിസ്പോസൽ 1 വർഷം, ആ രീതിയിൽ നമ്മൾ പിന്നെ ഫയലുകൾ നശിപ്പിക്കേണ്ട കാലാവധിയും ഒന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ അതിനകത്ത് ഈ 2-3 കേസുകളിലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 മാർക്കെങ്കിലും ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഉത്തരം നമുക്ക് വരും. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.